നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത തൃശ്ശൂരിലെ ഇതേ കാറ്റ് കടന്നുപോയ പൂച്ചട്ടിയിലെ സ്കൂൾ മുറ്റത്ത് മരം വീണ് കാർ തകർന്ന അവിടെയുള്ള CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ജേസൺ, ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആ പരിസരത്ത്. ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് അതിന്റെ ഭീകരത കുറച്ചുകൂടി വ്യക്തമാകുന്നത്. ആളുകളൊക്കെ ഉണ്ടായിരുന്നു പരിസരത്ത്, അതിനിടയിലാണ് ഈ മരം മറിഞ്ഞു വീഴുന്നത്. മാധു, ആളുകൾ മാത്രമല്ല, ആളുകൾ എന്ന് പറഞ്ഞാൽ വലിയവർ മാത്രമല്ല, കൊച്ചുകുട്ടികൾ, LKG വിദ്യാർത്ഥികൾ അതിനകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭീകരത എത്രമാത്രമായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നാം നേരത്തെ പലതവണ ആവർത്തിച്ചതാണ്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയേറെ അപകടം നിറഞ്ഞ സ്ഥിതിയായിരുന്നു. എത്രയോ 100 ചില കുട്ടികൾ പഠിക്കുന്ന LKG സ്കൂളാണത്, LKG ആണ്. അവിടെ നിരവധി കുട്ടികൾ ആ വഴി കടന്നു പോകുന്നതിനിടയിലാണ് ഇത്തരം ഒരു ഏകദേശം 6-ലധികം കാറുകൾ പൂർണ്ണമായും തകർന്നു. നിരവധി മരങ്ങൾ കടപുഴകി. പക്ഷേ കുട്ടികൾക്കൊന്നും സംഭവിച്ചില്ല. സത്യത്തിൽ ഒരു അത്ഭുതം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 9 മണി എന്ന് പറയുന്നത് 8:55 ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. 8:55 ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സമയത്ത് കുട്ടികൾ തുടർച്ചയായി ഈ പരിസരത്തേക്ക് കടന്ന് വരുന്ന സമയമാണ്. നിരവധി വാഹനങ്ങളിലായി കൊച്ചുകുട്ടികൾ വരികയാണ്. ആ വരുന്ന സമയത്താണ് ഇത്തരം ഒരു അപകടമുണ്ടാകുന്നത്. കുട്ടികൾക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അത്ഭുതം എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ നിന്ന്, മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഒരു ആശ്വാസത്തിൽ കൂടിയാണ് സത്യത്തിൽ നമുക്കിപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. തൃശ്ശൂരിൽ മഴക്കാല നാശനഷ്ടങ്ങളുടെ ഒരു വലിയ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. പൂച്ചട്ടിയിലും കൊഴുക്കുള്ളിയിലുമാണ് മിന്നൽ ചുഴലി നാശം വിതച്ചിരിക്കുന്നത്. സ്കൂൾ പരിസരത്താണ് ഒരു വലിയ തേക്ക് മരം, 3 തേക്ക് മരങ്ങൾ കടപുഴകി വീണത്. 6ഓളം വാഹനങ്ങൾക്ക് കേടുപാടുകളും ഉണ്ടായി. ആ വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന സമയത്താണ് ഈ അപകടം എന്നതുകൂടി ആലോചിക്കേണ്ടതുണ്ട്. തലനാരിഴയ്ക്കാണ് ആ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ രക്ഷപ്പെട്ടത്. മഹാഭാഗ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതുപോലെ തന്നെ കൊഴുക്കുള്ളിയിലും മിന്നൽ ചുഴലി വീശിയടിച്ച ഇടങ്ങളിൽ വ്യാപകമായ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയിരിക്കുന്നു. 50ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ കടപുഴകി വീണിരിക്കുന്നു.